സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഡബിൾ ഇന്റഗ്രൽസ് ഓവർ നോൺ റെക്ടാങ്കുലർ റീജിയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ ഇന്റഗ്രൽ 0 to 1, ഇന്റഗ്രൽ 2 to 4, സം ഫംഗ്ഷൻ dx dy അല്ലെങ്കിൽ dy dx എന്നൊക്കെ വന്നെങ്കിൽ ഇവിടെ ആദ്യത്തെ നമ്പേഴ്സ് ഇപ്പോഴും നമ്പേഴ്സ് തന്നെയാണ്. രണ്ടാമത് വരുന്നത് ഒന്നുകിൽ എക്സിന്റെ ഫംഗ്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ വൈയുടെ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ വരുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത് നോൺ റെക്ടാങ്കുലർ റീജിയൻ എന്ന് പറയുന്നത്. വേറെ ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇന്റഗ്രൽ 0 to 1 മൈനസ് എക്സ് ടു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എക്സ് ഡി വൈ ഡി എക്സ്. അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരവും ചെയ്തു നോക്കാം. ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ മൈനസ് എക്സ് ടു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എക്സ് ഡി വൈ ഡി എക്സ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിയേ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അകത്തുള്ള ഇന്റഗ്രലും അകത്തുള്ള ഡി വൈയും മാത്രം എടുക്കുന്നു അല്ലെ. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. നോക്കിയേ, ഇന്റഗ്രൽ 0 to 1 അതുപോലെ ഉണ്ട്, പുറത്തുള്ള ഡി എക്സും അതുപോലെ ഉണ്ട്. ഇനി ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഡി വൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. എക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എക്സ് ഇൻറ്റു വൈ സ്ക്വയറിന്റെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. വൈ ക്യൂബിന് മാത്രം ലിമിറ്റ് കൊടുത്താൽ മതി. മൊത്തത്തിൽ ലിമിറ്റ് കൊടുത്താലും പ്രശ്നമില്ല. നമ്മൾ വൈക്ക് മാത്രമേ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ലിമിറ്റ് എന്താണ്? ഇവിടെ ലിമിറ്റ് ഫംഗ്ഷൻ ആണ്. മൈനസ് എക്സ് മുതൽ എക്സ് സ്ക്വയർ വരെ. വേറെ ഒരു മാറ്റവും ഇല്ല. ബാക്കി എല്ലാം പഴയ കണക്ക് തന്നെ. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. ഇന്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? എക്സ് സ്ക്വയർ കൊടുക്കണം അല്ലെ. അപ്പൊ ഈ ബൈ 3 വേണമെങ്കിൽ നമുക്ക് ഈ വെളിയിൽ എടുക്കാമേ. 1/3 ഇൻറ്റു എക്സ് നമ്മൾ അതുപോലെ എഴുതി. വൈ ക്യൂബ് അപ്പർ ലിമിറ്റ് ആയ എക്സ് സ്ക്വയർ കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയറിന്റെ ക്യൂബ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് എക്സിന്റെ ക്യൂബ്. അത്രയും എന്താണ്? ഡി എക്സ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ഇന്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ദ ഹോൾ ക്യൂബ്. എന്ത് കിട്ടും? എക്സ് റൈസ് ടു 2 ഇൻറ്റു 3 എക്സ് റൈസ് ടു 6 കിട്ടും. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു 6, ഇവിടെ എക്സ് റൈസ് ടു 6 ആയി. എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു 6 ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു 7 കിട്ടും. ഇനി മൈനസ് എക്സിന്റെ ക്യൂബ് എന്താണ്? മൈനസ് എക്സിന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ എക്സിന്റെ ക്യൂബ് എക്സ് ക്യൂബ് ആണ്. ഇനി മൈനസ് ഇൻറ്റു മൈനസ് ഇൻറ്റു മൈനസ് 3 വട്ടം വരും. അപ്പൊ ഒരു മൈനസ് വരും. അതായത് -1 ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ -1 ആണ്. ഓക്കെ, സോ മൈനസ് എക്സ് ക്യൂബ് എന്ന് വന്നു. ആ മൈനസ് ഈ മൈനസ് ഇവിടെ എന്തായി? പ്ലസ് ആയി. എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് എക്സ് റൈസ് ടു 4 ആയി. ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും കേട്ടോ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതിയെ. 1/3 ഇൻറ്റു ഇന്റഗ്രൽ നമുക്ക് ചെയ്ത് എഴുതാം. ഇന്റഗ്രൽ 0 to 1 എക്സ് റൈസ് ടു 7ന്റെ ഇന്റഗ്രൽ എന്താണ്? എക്സ് റൈസ് ടു ഇന്റഗ്രൽ എക്സ് റൈസ് ടു n നമുക്കറിയാം. എക്സ് റൈസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1 ആണ് അല്ലെ. അപ്പൊ എക്സ് റൈസ് ടു 7ന്റെ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു 8 ഡിവൈഡഡ് ബൈ 8 ആണ്. എക്സ് റൈസ് ടു 4ന്റെ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു 5 ഡിവൈഡഡ് ബൈ 5 ആണ്. എവിടെ മുതൽ എവിടെ വരെ? 0 മുതൽ 1 വരെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 1 കൊടുക്കുമ്പോൾ 1 റൈസ് ടു 8 1 ആണ്. 1/8 പ്ലസ് 1 റൈസ് ടു 5ഉം 1 ആണ്. 1/5. ലോവർ ലിമിറ്റ് ആയ 0 കൊടുക്കുമ്പോൾ രണ്ട് ടേമും എന്തായി പോവും? 0 ആയി പോവും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 5 ഇൻറ്റു 1 5 പ്ലസ് 8 ഇൻറ്റു 1 8 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 5 40 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 5 13/40 ഇൻറ്റു 3 120. സോ 13/120 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനും ചെയ്യാമല്ലോ. ഇവിടെ നിങ്ങൾ അതേപോലെ ഇന്റഗ്രൽ എടുത്ത് ചെയ്താൽ മതി. അപ്പൊ ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഡബിൾ ഇന്റഗ്രലിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ടൈപ്പ് 1 റീജിയനും ടൈപ്പ് 2 റീജിയനും എന്താണെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആണ്. ടൈപ്പ് 1 റീജിയൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. റൈറ്റ് സൈഡിലും എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന, എക്സ് ഈക്വൽ ടു സം പോയിന്റ് എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. മുകളിലും താഴെയും കർവ്. ഈ രീതിയിൽ വരുന്ന ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ടൈപ്പ് 1 റീജിയൻ. ഇതിനെ നേരെ അങ്ങ് തലതിരിച്ച് 90 ഡിഗ്രി തിരിച്ചു വെച്ചാൽ എന്തായി? ടൈപ്പ് 2 റീജിയൻ ആയി. അതായത് y ഈക്വൽ ടു സം ലൈൻ ആയിരിക്കും കേട്ടോ. y ഈക്വൽ ടു സി, y ഈക്വൽ ടു ഡി. എക്സിന് എന്ത് വരും? വൈയുടെ ഒരു ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ കർവ് വരും. ഇതാണ് ടൈപ്പ് 1 റീജിയനും ടൈപ്പ് 2 റീജിയനും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ നോക്കി വെച്ചോ. ചാൻസ് കുറവാണ്, എന്നാലും വേണമെങ്കിൽ എന്ത് ചെയ്യാം? 1 മാർക്കിന് ചോദിക്കാം.
ഇനി if R is a type 1 region on which f of xy is continuous, then double integral over R f of xy dy. ഈ R എന്ന് പറയുന്ന റീജിയൻ ടൈപ്പ് 1 റീജിയൻ ആണെങ്കിൽ ഈ ഒരു റീജിയനിലായിട്ട് നമ്മൾ ഡബിൾ ഇന്റഗ്രൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? ഇന്റഗ്രൽ a to b ഇവിടെ dx കൊടുക്കുക. അതായത് ഈ കോൺസ്റ്റന്റ് ആണ് നമ്മൾ എപ്പോഴും പുറത്തുള്ള ഇന്റഗ്രേഷൻ ആയിട്ട് ചെയ്യേണ്ടത്. ഇനി y ഈക്വൽ ടു g1x താഴെയും y ഈക്വൽ ടു g2x മുകളിലും അങ്ങനെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇനിയിപ്പം ടൈപ്പ് 2 റീജിയൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഈ പറയുന്ന c to d കൊടുക്കുക, ഇവിടെ dy കൊടുക്കുക. കാരണം c യും d യും y യുടെ ലിമിറ്റ് ആണ്. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. വളരെ മെയിൻ ആയിട്ടുള്ള കാര്യം, ടൈപ്പ് 1 റീജിയൻ ആണോ ടൈപ്പ് 2 റീജിയൻ ആണോ നമുക്ക് മനസ്സിലാക്കാൻ അവരൊന്നും തരത്തില്ല. നമ്മൾ ഇതിന്റെ ഗ്രാഫ് വരച്ച് നോക്കിയിട്ട് അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാത്രമേ എക്സാമിന് ചോദിക്കത്തുള്ളൂ. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും ചെയ്ത് പഠിക്കുക. പഠിക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഗ്രാഫ് ഇതാണെന്ന് പഠിച്ചു വെച്ചേക്കുക. പഠിച്ചു വെച്ചാലും പ്രശ്നമൊന്നുമില്ല, ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. ഓക്കെ, അങ്ങനെ കാണാൻ പഠിച്ചു വെച്ചാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് എന്തായാലും മനസ്സിലാക്കി തന്നെ പോവാം. Evaluate double integral over R xy dA over the region R enclosed between y equal to 1 by 2x, y equal to root x, x equal to 2, x equal to 4. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ? x ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെങ്കിൽ ടൈപ്പ് 1 ആണ്. ഓക്കെ, ടൈപ്പ് 1 ആണെന്ന് അറിഞ്ഞില്ലെങ്കിലും ഇതാണ് ആദ്യം കൊടുക്കേണ്ടതെന്ന് മനസ്സിലായി. അപ്പോ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ഓവർ R വേണം. ഡബിൾ ഇന്റഗ്രൽ ഓവർ R എക്സ് വൈ ഡി എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സിന്റെ ലിമിറ്റ് കൊടുത്തു 2 to 4, പ്രശ്നമൊന്നുമില്ല. അവിടെ ഏതിന്റെ ലിമിറ്റ്? dx. ഇനി അടുത്ത വൈയുടെ ലിമിറ്റ് ഇവിടെ എഴുതുക, ഇവിടെ dy കൊടുക്കുക. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇതാണോ ഞാൻ ആദ്യം എഴുതേണ്ടത്, ഇതാണോ ആദ്യം എഴുതേണ്ടത്? അതെനിക്ക് അറിയത്തില്ല. അതിന് നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? ഗ്രാഫ് വരച്ച് നോക്കിയേ പറ്റൂ. അപ്പൊ ഞാൻ ഗ്രാഫിന്റെ റഫ് ഫിഗർ വരയ്ക്കാൻ പോവുകയാണ്. നോക്കിയേ, y ഈക്വൽ ടു 1 by 2x പെട്ടെന്ന് വരയ്ക്കാം. y ഈക്വൽ ടു 0 ആണെങ്കിൽ x എന്താവണം? 1 by 2 into x 0 ആവണമെങ്കിൽ x 0 ആവണം. അപ്പൊ ഈ പോയിന്റ് അവിടെ ഉണ്ട്, 0 0. y ഈക്വൽ ടു 0 ആണെങ്കിൽ x ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി y എന്ന് പറയുന്നത് x ന്റെ പകുതിയാണെന്നാണ് ഇവിടുത്തെ അർത്ഥം. അപ്പൊ y ഈക്വൽ ടു 2 ആണെങ്കിൽ y ഈക്വൽ ടു 1 ആണെങ്കിൽ എന്ത് വരും? x ഈക്വൽ ടു 2 വരും. ഓക്കെ, x ന്റെ 1 by 2 into 2 ചെയ്യുമ്പോഴല്ലേ 1 കിട്ടുന്നത്. സോ 2 പോയിന്റ് ആയി. നോക്കിയേ, 0 0 എന്ന് പറയുന്ന ഒരു പോയിന്റും ഉണ്ട്, 2,1 എക്സിന് 2ഉം വൈക്ക് 1ഉം ഈ ഒരു പോയിന്റും ഉണ്ട്, 2,1 കണ്ടോ. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കുന്ന ഒരു ലൈൻ ആണ് y ഈക്വൽ ടു 1 by 2x എന്ന് പറയുന്നത്. അത് കിട്ടി, y ഈക്വൽ ടു 1 by 2x എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ y ഈക്വൽ ടു റൂട്ട് എക്സ് ആണെങ്കിൽ x ഈക്വൽ ടു y സ്ക്വയർ എന്ന് വരും. ഓക്കെ, x ഈക്വൽ ടു y സ്ക്വയർ എന്ന് പറയുന്ന ഗ്രാഫ് ഇതാ ഇങ്ങനാണ് പോകുന്നത്. നമുക്ക് അപ്പർ പാർട്ട് മാത്രം മതി. സോ നമുക്ക് എന്ത് വരാം? ഈ ഒരു സാധനമാണ് x ഈക്വൽ ടു y സ്ക്വയർ. കണ്ടോ, അപ്പൊ നമുക്ക് കിട്ടി മുകളിൽ ആരായിരിക്കും? മുകളിൽ ഈ പറയുന്ന സാധനമായിരിക്കും അല്ലെ. അപ്പോ x ഈക്വൽ ടു y സ്ക്വയർ ആണ്. അപ്പൊ അതായത് റൂട്ട് എക്സ്, ഇതാണ് റൂട്ട് എക്സ്. കണ്ടോ, റൂട്ട് എക്സ്. അപ്പൊ റൂട്ട് എക്സ് ആണ് മുകളില്, താഴെ ഏതാണ്? 1 by 2x ആണ്, താഴെ 1 by 2x ആണ്. അപ്പൊ ഇവിടെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. നോക്കിയേ, ഈ പറയുന്ന റീജിയൻ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ ഈ പറയുന്ന റീജിയനിൽ ഇവിടെ മുതലല്ല നമ്മൾ എടുക്കാൻ പോകുന്നത്, x ഈക്വൽ ടു 2 മുതൽ x ഈക്വൽ ടു 4 വരെയാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് തന്നെയാണോ x ഈക്വൽ ടു 4 എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇന്റർസെക്ഷൻ പോയിന്റ് കൂടി കണ്ടുപിടിക്കേണ്ടതുണ്ട്. 2 to 4 ആണെന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റത്തില്ല. നോക്കിയേ, ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുന്ന എളുപ്പമാണ്. നിങ്ങൾ ഈ ഫംഗ്ഷൻ ഇക്വേറ്റ് ചെയ്യുക. 1 by 2 x ഈക്വൽ ടു റൂട്ട് എക്സ് കൊടുക്കുക. ഞാൻ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് സ്പീഡിൽ പറയുന്നത്. അപ്പൊ x ഈക്വൽ ടു ഈ 2 അപ്പുറത്ത് പോകുമ്പോൾ 2 റൂട്ട് എക്സ് എന്ന് വരും. റൂട്ട് മാറ്റാൻ വേണ്ടി ഞാൻ സ്ക്വയർ എടുക്കുന്നു. x സ്ക്വയർ ഈസ് ഈക്വൽ ടു 2ന്റെ സ്ക്വയർ 4, റൂട്ട് എക്സിന്റെ സ്ക്വയർ x ആണ്. x സ്ക്വയർ മൈനസ് 4x ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. x കോമൺ എടുക്കുമ്പോൾ x ഇൻറ്റു x മൈനസ് 4 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. x ഈക്വൽ ടു 0 അല്ലെങ്കിൽ x ഈക്വൽ ടു 4. അപ്പൊ ഈ x ഈക്വൽ ടു 4 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ പോയിന്റ് കറക്റ്റ് x ഈക്വൽ ടു 4 ആണെന്ന് പറയാം. ഇപ്പൊ സപ്പോസ് ഇവിടെ x ഈക്വൽ ടു 5 എന്ന് തന്നായിരുന്നെങ്കിലും നമ്മൾ ഇവിടെ 5 എഴുതത്തില്ല, കാരണം ഈ റീജിയൻ ഇവിടെ വരെ ഉള്ളൂ. അപ്പോഴും 4 എഴുതിയേനെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആണ്. നെക്സ്റ്റ് എന്ത് ചെയ്യുക? എക്സ് വൈ dy dx, ഈ എഴുതിയേക്കുന്നത് y യുടേതും പുറത്ത് എഴുതിയേക്കുന്നത് dx ൻ്റെതുമാണ്. ഇനി നമ്മൾ നേരത്തെ പോലെ എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ 2 to 4 എക്സ് വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. എക്സ് വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വിത്ത് റെസ്പെക്ട് ടു dy അല്ലേ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ എക്സ് അതുപോലെ എഴുതി. വൈയുടെ ഇന്റഗ്രല് y സ്ക്വയർ ബൈ 2, എവിടെ മുതൽ എവിടെ വരെ ലിമിറ്റ്? 1 by 2x. 1 by 2x എന്റെ എളുപ്പത്തിന് വേണ്ടി x by 2 എന്ന് എഴുതി, പ്രശ്നമില്ലല്ലോ. x by 2 ഇൻറ്റു റൂട്ട് എക്സ്, x by 2 മുതൽ റൂട്ട് എക്സ് വരെ dx. ഇനി ഞാൻ അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. ഇന്റഗ്രൽ 2 to 4 എക്സ് അതുപോലെ എഴുതി. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ റൂട്ട് എക്സിന്റെ സ്ക്വയർ, ഈ 1 by 2 അങ്ങ് പുറത്തിടാമല്ലോ. 1 by 2 പുറത്തിട്ടു.
റൂട്ട് എക്സിന്റെ സ്ക്വയർ, വൈക്കാണ് റൂട്ട് എക്സ് കൊടുക്കുന്നത്, അപ്പൊ റൂട്ട് എക്സിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് വരും, മൈനസ് എക്സ് ബൈ ടുവിന്റെ സ്ക്വയർ, അപ്പൊ എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ ടുവിന്റെ സ്ക്വയർ 4, അങ്ങനെയാണ് ലിമിറ്റ് വരുന്നത്, അത്രയും ഡി എക്സ്. ഓക്കെ അല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇന്റഗ്രൽ 2 to 4, ഇന്റഗ്രൽ ആണ്, ഇന്റഗ്രൽ 2 to 4 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ബൈ 4 എന്ന് കിട്ടി, അത്രയും ഡി എക്സ്. ഇനി നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാമല്ലോ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്, എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ആണ്, മൈനസ് 1/4 താഴെ ഉണ്ട്, താഴെ ഓൾറെഡി ഒരു ബൈ 4 ഉണ്ട്. ഇനി എക്സ് ക്യൂബിന്റെ ഇന്റഗ്രൽ എന്താണ്, എക്സ് റൈസ് ടു 4/4, എക്സ് റൈസ് ടു 4/4, അപ്പൊ ആ രണ്ട് 4 കൂടി എന്തായി, 4 into 4 ആയി, 4 into 4 എത്രയാണ്, 16 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ എവിടെ മുതൽ എവിടെ വരെ, 2 മുതൽ 4 വരെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു, നോക്കിയേ അപ്പർ ലിമിറ്റ് ആയ 4 കൊടുക്കുമ്പോൾ എന്ത് വരും, 4 ക്യൂബ് എന്ന് പറയുമ്പോൾ 4 4 16, 16 4 64, സോ 64/3 മൈനസ് 4 raised to 4 ആണ്, പക്ഷെ അവിടെ എന്ത് വരും അറിയാവോ, 4 raised to 4 എന്ന് പറയുമ്പോൾ 4 into 4 into 4 into 4 ഡിവൈഡഡ് ബൈ 16. ഓക്കെ, അപ്പൊ 4 into 4 16 ആണ്, അപ്പൊ ഇതങ്ങ് വെട്ടിപ്പോവും, ബാക്കി 4 into 4 16 മാത്രമേ ബാക്കിയുള്ളൂ, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ ലോവർ ലിമിറ്റ് ഉണ്ട്, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2/8, 2³ എന്ന് പറയുന്നത് 8 ആണ്, 8/3 മൈനസ് 2 raised to 4, അത് ഉദാഹരണം തന്നെ 2 into 2 into 2 into 2 ആണ് 2 raised to 4 ബൈ 16, 2 2 4, 4 2 8, 8 2 16, അപ്പൊ 16 16 വെട്ടിയിട്ട് നമുക്ക് എന്ത് എഴുതാം, 1 എഴുതാം. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, ഞാൻ കുറച്ച് സ്പീഡിൽ അങ്ങ് ചെയ്തേ ഉള്ളേ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു, ഞാൻ ഒരുമിച്ച് ആക്കുവാണ്, 64/3 മൈനസ് 16, മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് 8/3 പ്ലസ് 1 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? ഇനി നോക്കിയേ, 64/3 ഉണ്ട്, മൈനസ് 8/3 ഉണ്ട്, 64 മൈനസ് 8/3 ഒരുമിച്ച് എഴുതാമല്ലോ, ദാറ്റ് ഈസ് 1/2 ഇൻറ്റു 64 മൈനസ് 8 എത്രയാണ്, 56 ആണ് അല്ലെ, അപ്പൊ 56/3 മൈനസ് 16 പ്ലസ് 1, മൈനസ് 16 പ്ലസ് 1 മൈനസ് 15 കിട്ടും. അറിഞ്ഞുകൂടെങ്കിൽ കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയാൽ മതിയേ. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു, ഇത് ക്രോസ് ചെയ്യുന്നു, 56 മൈനസ് 15 ഇൻറ്റു 3 45, 45/3 എന്ന് വരും അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 56 മൈനസ് 45 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 11 കിട്ടും, ബൈ 2 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 6 കിട്ടും, 11/6 ആണ് നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയാൽ മതി, ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ, ഈ ഒരു ഇന്റഗ്രല് ഓവർ ദ ട്രയാങ്കുലർ റീജിയൻ ആർ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദി ലൈൻസ്, ഈ 3 ലൈനും എൻക്ലോസ് ചെയ്യുന്ന ട്രയാങ്കുലർ റീജിയനിൽ ഈ ഒരു ഏരിയയുടെ ഒരു ഡബിൾ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ട്രയാങ്കുലർ റീജിയൻ വരയ്ക്കണം അല്ലെ. നമുക്ക് നോക്കാം, y ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന ലൈൻ വരയ്ക്കണം. അത് ഞാൻ എന്ത് ചെയ്യുന്നു, y ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 1, y 0 ആണെങ്കിൽ എന്ത് വരും, 0 ആണെങ്കിൽ 0 ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 1, അപ്പൊ എനിക്ക് എന്ത് കിട്ടും, ഈ മൈനസ് എക്സ് ഇപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പൊ y 0 ആണെങ്കിൽ എക്സ് 1 ആണ്, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, y 0 എക്സ് 1 1,0 ഈ പോയിന്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ എക്സിന് 0 കൊടുത്താൽ എന്ത് കിട്ടും, y 1 എന്ന് കിട്ടും, അപ്പൊ ഈ പോയിന്റ് ആണ്, കണ്ടോ, ഇത് രണ്ടും കൂടെ ചേർത്ത് വരയ്ക്കുന്ന ഈ വരയാണ് നമ്മുടെ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇതാ ഇങ്ങനെ പോകും കണ്ടോ. നെക്സ്റ്റ് y ഈക്വൽ ടു എക്സ് പ്ലസ് 1, എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റ് തന്നെ കിട്ടും, 0,1 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ഇനി yക്ക് 0 കൊടുത്താലോ, yക്ക് 0 കൊടുത്താൽ 0 ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്ന് വരും, എക്സ് ഈക്വൽ ടു മൈനസ് 1 എന്ന് വരും, അതായത് ഈ പോയിന്റ് ഉണ്ടോ, -1,0, അത് നമ്മൾ ചേർത്ത് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. ഇനി നിങ്ങൾക്ക് y ഈക്വൽ ടു 3 എന്ന് പറയുന്ന ലൈൻ ഉണ്ട്, ഇവിടെയാണ് y ഈക്വൽ ടു 1, അപ്പൊ ഇവിടെ ആയിട്ട് y ഈക്വൽ ടു 3 വരും, അതിങ്ങനെ വരും. അപ്പൊ ഇതാണ് ട്രയാങ്കുലർ റീജിയൻ. ഈ പടം അങ്ങ് പഠിച്ചു വെച്ചാലും മതി കേട്ടോ. y ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന ലൈൻ, y ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന ലൈൻ, y ഈക്വൽ ടു 3. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ പ്രത്യേകിച്ച് സ്ട്രൈറ്റ് ലൈൻ ഒന്നും ഇല്ലെന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത്, കാരണം ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഉണ്ട്, ബാക്കി ഇതും ചരിഞ്ഞ വരെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതും ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് അങ്ങ് വിചാരിക്കുന്നു, കണ്ടോ, ആ ഒറ്റ പോയിന്റേ ഉള്ളെങ്കിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് നമുക്ക് വിചാരിക്കാമല്ലോ. അപ്പൊ ഇത് ഏത് റീജിയൻ ആയി, ടൈപ്പ് 2 റീജിയൻ ആയി. ഇപ്പൊ ടൈപ്പ് 2 ആണെന്ന് അറിഞ്ഞുകൂടെങ്കിലും നമുക്ക് കുഴപ്പമില്ല, ഈ പോയിന്റ് എനിക്ക് അറിയാം, y ഈക്വൽ ടു 1 ആണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് y ഈക്വൽ ടു 1 മുറിക്കുന്നതെന്ന്. അപ്പൊ y ഈക്വൽ ടു 1, ഇനി y ഈക്വൽ ടു 1 അറിഞ്ഞുകൂടെങ്കിൽ എന്ത് ചെയ്യുക, ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക. നോക്കിയേ, മൈനസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്ന് കിട്ടുന്നു. അപ്പൊ അത് ഏത് പോയിന്റിലാണെന്ന് അറിയത്തില്ല. സോ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അത് നമ്മൾ
ചെയ്യണ്ട, നമ്മൾ ആ ഒരു കാര്യം ചെയ്യണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ലൈനാണ് y ഈക്വൽ ടു 1 എന്നുള്ള കാര്യം നമുക്ക് അല്ലാതെ തന്നെ നമ്മൾ വരച്ചപ്പോഴേ നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഞാൻ ഡയറക്റ്റ് ഡബിൾ ഇന്റഗ്രൽ എഴുതാൻ പോവുകയാണ്. ഡബിൾ ഇന്റഗ്രൽ ഓവർ r 2x മൈനസ് വൈ സ്ക്വയർ ഡി എ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ പടം വരച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ പ്ലസ് 1 പ്ലസ് 2 ഇത് പടം വരച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇന്റഗ്രൽ വൈയുടെ ലിമിറ്റ് ആണ് ആദ്യം എഴുതേണ്ടത്, കാരണം അതാണ് കോൺസ്റ്റന്റ്. 1 to 2 ക്ലിയർ അല്ലേ? 1 to 3 ആണ്. 1 to 3 y ഈക്വൽ ടു 1 മുതൽ y ഈക്വൽ ടു 3 വരെ. ഇനി ഇന്റഗ്രൽ ഇത് നോക്കിയേ y ഈക്വൽ ടു, അങ്ങനെ എല്ലാം y ഈക്വൽ ടു ആണെങ്കിൽ പറ്റത്തില്ലല്ലോ. ഇതിപ്പം y ആണതുകൊണ്ട് ഞാൻ dy എഴുതി. അടുത്ത എനിക്ക് എഴുതേണ്ടത് x ന്റെ ലിമിറ്റ് ആണ്, എന്നാലേ പറ്റൂ. അപ്പൊ y ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 1 ഞാൻ x കണ്ടുപിടിക്കണം. ഓക്കെ, എളുപ്പമല്ലേ? ഈ മൈനസ് എക്സ് ഇപ്പുറത്തും കൊണ്ടുപോവുക, y അപ്പുറത്തും കൊണ്ടുപോവുക. മൈനസ് എക്സ് ഇപ്പുറത്ത് വന്നാൽ പ്ലസ് എക്സ് ആയി, ഈക്വൽ ടു ഓൾറെഡി 1 ഉണ്ട്, ഈ y അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് y ആയി. സോ എക്സ് ഈക്വൽ ടു 1 മൈനസ് വൈ. ഇനി ലെഫ്റ്റിൽ ആരാണ്? ലെഫ്റ്റിൽ ഈ ലൈൻ അല്ലേ, കറക്റ്റ് അല്ലേ? അപ്പൊ എക്സ് ഈക്വൽ ടു 1 മൈനസ് വൈ ആണ് ലെഫ്റ്റിൽ വരുന്നത്. ഇനി റൈറ്റിലുള്ള വേണം അടുത്ത് എഴുതാൻ. ഓക്കെ, നമ്മൾ ഈ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ വരയുടെ ലെഫ്റ്റ് എൻഡ് ഏതാണോ ആ കർവ് ആദ്യം എഴുതണം, റൈറ്റ് എൻഡ് രണ്ടാമത് എഴുതണം. ഓക്കെ, മറ്റതാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? താഴത്തത് വേണം ആദ്യം എഴുതാൻ. മറ്റതാണെങ്കിൽ താഴത്തത് ആദ്യം എഴുതും, രണ്ടാമത് മുകളിലത്തെ എഴുതും. സോ നമുക്ക് നോക്കാം. ലെഫ്റ്റ് എൻഡ് ഞാൻ എഴുതി, റൈറ്റ് എൻഡിൽ എന്ത് വരും? എക്സ് ഈക്വൽ ടു ഈ 1 അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി അല്ലെ? അപ്പൊ എക്സ് ഈക്വൽ ടു വൈ മൈനസ് 1 എന്ന് വരും. എക്സ് ഈക്വൽ ടു എന്ത് വരും? വൈ മൈനസ് 1 എന്ന് വരും. ഓക്കെ, അപ്പൊ 1 മൈനസ് വൈ ടു y മൈനസ് 1 എന്ത് ഇന്റഗ്രേറ്റ് ചെയ്യണം? 2x മൈനസ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്ന സാധനം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ഇതിന്റെ ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ഇന്റഗ്രൽ ചെയ്താൽ മതി. ഈ പറയുന്ന ലിമിറ്റ് അപ്ലൈ ചെയ്ത് ഡബിൾ ഇന്റഗ്രൽ ചെയ്താൽ മതി. സോ ഇതിന്റെ ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് ചെയ്തു നോക്കുക, ചെയ്ത് എനിക്ക് അയക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി ചെയ്തു നോക്കാം. അപ്പൊ നെക്സ്റ്റ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ, യൂസ് എ ഡബിൾ ഇന്റഗ്രൽ ടു ഫൈൻഡ് ദ വോളിയം ഓഫ് ദി ടെട്രാഹീഡ്രൺ ബൗണ്ടഡ് ബൈ ദി കോർഡിനേറ്റ് പ്ലെയിൻസ് ആൻഡ് ദി പ്ലെയിൻ z ഈക്വൽ ടു 4 മൈനസ് 4x മൈനസ് 2y. അപ്പൊ ഈ പടം എങ്ങനെ വരയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പടം വരയ്ക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കാം. സോ z ഈക്വൽ ടു, അതായത് ഇവിടെ റീജിയൻ ഇല്ല. ഓക്കെ, വോളിയം ആണ് ചോദിച്ചേക്കുന്നത്. റീജിയൻ എവിടെ? റീജിയൻ ഇല്ല. അപ്പൊ റീജിയൻ നമ്മൾ കണ്ടുപിടിക്കണം. റീജിയൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ടെട്രാഹീഡ്രൺ നമ്മൾ വരയ്ക്കണം. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടല്ലോ? അപ്പൊ ടെട്രാഹീഡ്രൺ നമ്മൾ വരയ്ക്കണം. എങ്ങനെ ടെട്രാഹീഡ്രൺ വരയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം, വരയ്ക്കാതെ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഇവിടെ z ഈക്വൽ ടു 4 മൈനസ് 4x മൈനസ് 2y എന്ന് പറയുമ്പോൾ ഒരു 3 ഡയമെൻഷണൽ ആക്സിസ് ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇത് എക്സ് അല്ലെങ്കിൽ വേണ്ട മറ്റത് എക്സ് ആക്കാം. ഓക്കെ, ഇത് എക്സ്, ഇത് വൈ, ഇത് ഇസഡ്. ഒരു 3 ഡയമെൻഷണൽ ഫിഗർ ഞാൻ വരച്ചു. ഇനി നമുക്ക് വരയ്ക്കാനുള്ള എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെട്രാഹീഡ്രന്റെ ഷേപ്പ് നിങ്ങൾ ആദ്യം അറിഞ്ഞു വെച്ചേക്കുക. നോക്കിയേ, ഇതേപോലെ വരുന്ന ഒരു ഷേപ്പാണ് ടെട്രാഹീഡ്രന്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇസഡിന് ആദ്യം എക്സിനും വൈക്കും 0 കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? എക്സിന് 0, വൈക്ക് 0, ഇസഡ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. സോ ഇസഡ് ആക്സിസിൽ ഒരു 4 മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇസഡിന് 0 കൊടുക്കുക, എക്സിന് 0 കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? നോക്കിയേ, 0 ഈസ് ഈക്വൽ ടു 4 മൈനസ് 4xന് 0 ആയപ്പോ 0 ആയിപ്പോയി, 4 മൈനസ് 2y എന്ന് വരും. അത് ഞാൻ y കണ്ടുപിടിക്കാൻ പോവുക. 2y ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ 2y ഈസ് ഈക്വൽ ടു 4, y ഈസ് ഈക്വൽ ടു 4/2 ഈസ് ഈക്വൽ ടു 2. അതായത് y 2 കിട്ടി. അപ്പൊ ഈ 2 എന്ന് പറയുന്ന പോയിന്റിൽ മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് എന്ത് ചെയ്യുക? എക്സിന് വൈക്ക് 0 കൊടുക്കുക, വൈക്കും ഇസഡിനും 0 കൊടുക്കുക. അപ്പൊ എന്ത് വരും? 0 ഈസ് ഈക്വൽ ടു 4 മൈനസ് 4x മൈനസ് 2y, വൈക്ക് 0 ആയപ്പോ പോയി. അപ്പൊ ഈ 4x ഇപ്പുറത്ത് വരുമ്പോൾ 4x ഈക്വൽ ടു 4 എന്ന് കിട്ടും. x ഈക്വൽ ടു 4/4 ഈക്വൽ ടു 1 എന്ന് കിട്ടും. എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അതായത് ഓരോ പോയിന്റിലും ബാക്കിയുള്ളവരെല്ലാം 0 ആക്കി നോക്കുക. ഓക്കെ, ഇനി ഞാൻ ഇതെല്ലാം കൂടെ ചേർത്ത് വരച്ചാൽ എന്റെ ടെട്രാഹീഡ്രൺ ആയി. പരിപാടി കഴിഞ്ഞു. ഇതാണ് ടെട്രാഹീഡ്രൺ. ഓക്കെ, ഈ ടെട്രാഹീഡ്രൺ വരയ്ക്കാതെ എങ്ങനെ വരയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിവേ, നമ്മളുടെ റീജിയൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി? ഇതിന്റെ താഴത്തെ അറ്റം മാത്രം നോക്കിയാൽ മതി. കണ്ടോ, ഇതാണ് നമ്മുടെ റീജിയൻ. അപ്പൊ ആ റീജിയൻ മാത്രം നമ്മളൊന്ന് മാറ്റി വരയ്ക്കണം. ഏതാ റീജിയൻ? എക്സ്, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസും ആണെങ്കിൽ എക്സിന് 1 വരെ വരുന്ന കോർഡിനേറ്റ്, വൈയിൽ 2 വരെ വരുന്ന കോർഡിനേറ്റ് അല്ലെ? ഇത് 1ഉം ഇത് 2ഉം ആണെങ്കിൽ ഇതാണ് നമ്മുടെ റീജിയൻ. കണ്ടോ, ഇതാണ് നമ്മുടെ റീജിയൻ. അപ്പൊ ഈ റീജിയൻ ആണ് നമ്മൾ എടുത്തിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോണത്. ഇനി ഈ റീജിയനിലെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇപ്പൊ ഈ പടം വരയ്ക്കാൻ അറിഞ്ഞൂടെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. നിങ്ങൾ റീജിയൻ കണ്ടുപിടിക്കാനായിട്ട് ഇസഡിന് 0 കൊടുക്കുക. ആർ എന്ന് പറയുന്ന റീജിയൻ കണ്ടുപിടിക്കാൻ 0 ഈസ് ഈക്വൽ ടു 4 മൈനസ് 4x മൈനസ് 2y. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതാണ് നമ്മുടെ റീജിയൻ. ഈ റീജിയൻ നമുക്ക് വരച്ചില്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യാം? അത് ഞാൻ പറഞ്ഞുതരാം. 4 മൈനസ് 4x മൈനസ് 2y. അത് ഞാൻ എളുപ്പത്തിലാക്കാൻ വേണ്ടി ഇപ്പുറത്ത് കൊണ്ടുപോകുന്നു. സോ 4x മൈനസ് 4x ഇപ്പുറത്ത് വന്നു,
പ്ലസ് 2y ഈസ് ഈക്വൽ ടു 4. ഇനി എക്സിനും വൈക്കും സീറോയും വാല്യൂ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടും. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് ഒരു കോർഡിനേറ്റ് കിട്ടും, വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന് ഒരു കോർഡിനേറ്റ് കിട്ടും. നിങ്ങൾക്ക് ഈ ലൈൻ വരയ്ക്കാൻ പറ്റും. എനിവേ നിങ്ങൾ ഈ ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ റീജിയൻ എന്ന് പറയും നമുക്ക് കിട്ടി. ഇനി ഇത് ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എവിടെയാണ് നിങ്ങൾക്ക് ലൈൻ വരുന്നത് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു ലൈനായിട്ട് നമുക്ക് എടുക്കാം, പിന്നെ ഏതാണ് ഇതും ഒരു ലൈനായിട്ട് എടുക്കാം അല്ലെ. അപ്പൊ എക്സ് ഈക്വൽ ടു ആണ് ലൈൻ വന്നേക്കുന്നത്. സോ ആ ഒരു ലിമിറ്റ് ഞാൻ എഴുതാൻ പോവുകയാണ്. അപ്പൊ വോളിയം ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ആണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 4 മൈനസ് 4x മൈനസ് 2y dA. ഇനി ഞാൻ ലിമിറ്റ് കൊടുക്കാൻ പോവുകയാണ്. ഇന്റഗ്രൽ ആദ്യം കോൺസ്റ്റന്റ് ലിമിറ്റ്, ഇത് 0 ആണെന്ന് എനിക്കറിയാം, ഇത് 1 ആണെന്ന് എനിക്കറിയാം. 0 മുതൽ 1 വരെ. ഇത് ഏത് ആക്സിസാ? എക്സ് ആക്സിസ് ആണ്. അപ്പൊ എക്സ് ആക്സിന്റെ ലിമിറ്റ് ആണ് ഞാൻ എഴുതിയത്. ഇനി വൈ ആക്സിന്റെ ലിമിറ്റ് വേണം. താഴത്തെ ലൈൻ y, താഴത്തെ ലൈനിൽ y എന്തായിരിക്കും? y 0 ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഇവിടെയും സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, ഞാൻ ഇങ്ങനത്തെ ഒരു ലൈൻ കൂടെ വരച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്തുകൂടായിരുന്നോ? അങ്ങനെയും ചെയ്യാം, സെയിം ആൻസർ തന്നെ കിട്ടും കേട്ടോ. അപ്പോ നോക്കിയേ, y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു രീതിയിലല്ലേ ചെയ്യാൻ പറ്റൂ. അപ്പൊ y ഈക്വൽ ടു 0 എടുത്തു, ഞാൻ ഒന്ന് വരച്ചു നോക്കി. ഇതാണ് കർവ് കണ്ടോ. ഈ കർവിലാണ് മേളിൽ വന്ന് മുട്ടുന്നത്. ഇത് ഏത് കർവാണ്? ഇത് ഈ കർവാണ്. ഈ കർവിൽ ഞാൻ എന്ത് കണ്ടുപിടിക്കണം? y ഈക്വൽ ടു എന്ന് പറയുന്ന രീതിയിൽ ആ കർവ് കണ്ടുപിടിക്കണം. അതിന് ഞാൻ ഇപ്പം ഈ സൈഡിലോട്ട് എഴുതുവാണേ. നോക്കിയേ, ഇതൊക്കെ നിങ്ങൾ സൈഡിൽ എഴുതി വെച്ചാൽ മതി കേട്ടോ. 4x plus 2y ഈക്വൽ ടു 4 ആണ്. 2y ഈക്വൽ ടു എന്ത് വരും? 4 മൈനസ് 4x വരും. 2 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താൽ y ഈക്വൽ ടു 2 മൈനസ് 2x എന്ന് വരും. അപ്പൊ മുകളിലത്തെ ലിമിറ്റ് എന്താണ്? 2 മൈനസ് 2x ആണ്. ഇത്രയേ ഉള്ളൂ പരിപാടി, വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ലൈൻ വരച്ചതെന്നും എങ്ങനെയാണ് 2 മൈനസ് 2x വന്നതെന്നൊക്കെ മനസ്സിലായല്ലോ. ഇനി ഞാൻ ആ ഫംഗ്ഷൻ അതുപോലെ എഴുതി. 4 മൈനസ് 4x മൈനസ് 2y ഏതെഴുതിയില്ല? നോക്കി, ഇവിടെ dy വേണം കേട്ടോ. ഇനി വിത്ത് റെസ്പെക്ട് ടു dy ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു 1. നോക്കിയേ, 4നെ വിത്ത് റെസ്പെക്ട് ടു dy വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 4y കിട്ടും. മൈനസ് 4x കോൺസ്റ്റന്റ് ആണ്, y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു y കൂടി വരും. മൈനസ് 2yയുടെ ഇന്റഗ്രൽ എന്താണ്? 2yയുടെ ഇന്റഗ്രൽ y²/2 ആണ് അല്ലെ. അപ്പൊ മുകളിലും താഴെയും 2 ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. എവിടെ മുതൽ എവിടെ വരെ? 0 മുതൽ 2 മൈനസ് 2x വരെ, അത്രയും dx. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും വരെ ഓക്കെ ആയി. ഇതൊരു വലിയ ഇന്റഗ്രേഷൻ ആണ്, ശ്രദ്ധിച്ചിരിക്കണേ. ഇന്റഗ്രൽ 0 ടു 1. ഇവിടെ രണ്ടിടത്തും y കോമൺ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ ഒരുമിച്ച് എഴുതി. 4 മൈനസ് 4x ഇൻറ്റു y എന്നാണ് ഞാൻ എഴുതേണ്ടത്. അതിന് ഞാൻ അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു 2 മൈനസ് 2x. ഓക്കെ അല്ലേ? ആ yക്ക് പകരം ഞാൻ എന്ത് ചെയ്തു? അപ്പർ ലിമിറ്റ് കൊടുത്തു 2 മൈനസ് 2x മൈനസ് y² എന്നാണ് 2 മൈനസ് 2xന്റെ സ്ക്വയർ. അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 0. ഇവിടെ 0 കൊടുത്താൽ 0 ആയി, ഇവിടെ 0 കൊടുത്താൽ 0 ആയി, ഇതെല്ലാവരും 0 ആയിപ്പോയി. ഓക്കെ, അപ്പൊ അത്രയും എന്ത് വരും? dx വരും. ഇനി ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്താലും നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റൂ. ഇന്റഗ്രൽ 0 ടു 1. നോക്കിയേ, 4 ഇൻറ്റു 2 എത്രയാണ്? 8 ആണ്. 4 ഇൻറ്റു മൈനസ് 2x മൈനസ് 8x മൈനസ് 4 ഇൻറ്റു 2. മൈനസ് 4 ഇൻറ്റു 2 എന്ത് വരും? മൈനസ് 8x തന്നെ വരും അല്ലെ. മൈനസ് 4x ഇൻറ്റു 2. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. 4 ഇൻറ്റു 2 8 ആണ്. x ഇൻറ്റു x സ്ക്വയർ ആണ്. മൈനസ് ഇത് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യാവുന്നതല്ലേ. അപ്പൊ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണ്? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ എയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2ന്റെ സ്ക്വയർ 4 ആണ്. മൈനസ് 2 ഇൻറ്റു 2 ഇൻറ്റു 2x 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 2 8 8x പ്ലസ് 2xന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ 4 ആണ്. എക്സിന്റെ സ്ക്വയർ x സ്ക്വയർ. അത്രയും എന്താണ്? dx ആണ്. ഇനി ഞാൻ ഈ മൈനസ് ഓപ്പൺ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു 1. ഇവിടെ ആഡ് ചെയ്യാവുന്നുണ്ടല്ലേ. 8 മൈനസ് 8x മൈനസ് 8x മൈനസ് 16x പ്ലസ് 8x സ്ക്വയർ മൈനസ് മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് 4 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 8x മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 4x സ്ക്വയർ dx എന്ന് വരും. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ 0 ടു 1 ഇന്റഗ്രൽ 0 ടു 1 8 മൈനസ് 4 ഉണ്ട്, 4 വന്നു. മൈനസ് 16x പ്ലസ് 8x ഉണ്ട്, മൈനസ് 8x വന്നു. ഇതൊന്നും അറിഞ്ഞുകൂടെങ്കിൽ മൈനസ് 16 പ്ലസ് 8 കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയാൽ മതി. പ്ലസ് 8x സ്ക്വയർ മൈനസ് 4x സ്ക്വയർ എന്ത് വരും? പ്ലസ് 4x സ്ക്വയർ. അത്രയും എന്താണ്? dx അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. 4ന്റെ ഇന്റഗ്രൽ എന്താണ്? 4x ആണ്. 8 എക്സിന്റെ ഇന്റഗ്രൽ x² ബൈ 2.
പ്ലസ് 4 സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 എവിടെ മുതൽ എവിടെ വരെ 0 മുതൽ 1 വരെ. ദെൻ ഞാൻ അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആയി പോകും. 4 into 1 4 ആണ്, ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, 8 into 2 വെട്ടി 4 കിട്ടും അല്ലെ. അപ്പൊ മൈനസ് 4 into 1 സ്ക്വയർ, 4 into 1 സ്ക്വയറും 4 തന്നെയാണ്, പ്ലസ് 4 into 1 ക്യൂബ് 1 ആണ്, സോ 4/3 എന്ന് കിട്ടും. 4 മൈനസ് 4 0 ആയി പോയി, ബാക്കി ലാസ്റ്റ് ആൻസർ എന്താണ് 4/3 ആണ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാമ്പിൾ 7 ആണ്. എക്സാമ്പിൾ 6ന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി വേറൊരു സെക്ഷനിൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. നോക്കിയേ, ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടുപിടിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സെക്ഷനിലുള്ള എല്ലാ ക്വസ്റ്റ്യനും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ ഇത് 4 മാർക്കിനും എസ്ഐയുടെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇന്റഗ്രൽ 0 to 2 ഇന്റഗ്രൽ y/2 to 1 e raised to x square dx dy. പെട്ടെന്ന് നോക്കുമ്പോൾ എന്തിനാ 4 മാർക്കിനും എസ്ഐക്കും ഒക്കെ ഇത് ചോദിക്കുന്നത്? അങ്ങ് ഡയറക്റ്റ് ആയിട്ട് ഇത് ഇങ്ങനെ പിടിച്ചങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ എന്ന് തോന്നും, പക്ഷെ പോരാ. കാരണം എന്തറിയാവോ, ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഡി എക്സ് ഇത് നമുക്ക് ചെയ്യാൻ അറിയത്തില്ല. ഇങ്ങനത്തെ ഒരു ഇന്റഗ്രേഷൻ നമുക്ക് ചെയ്യാൻ പറ്റത്തുമില്ല. സോ നമ്മൾ ഇവിടെ റിവേഴ്സിങ് ഇന്റഗ്രൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ഈ ഒരു റീജിയൻ വരയ്ക്കണം. ഈ ഒരു 4 പേരെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു റീജിയൻ വരയ്ക്കണം. നമുക്കൊന്ന് നോക്കാം. ഞാനൊരു റീജിയൻ എടുത്തു. ഇനി ഡി വൈ, ആ ഡി വൈയുടെ ലിമിറ്റ് ആണ് 0 മുതൽ 2 വരെ, അതായത് വൈയുടെ ലിമിറ്റ് 0 മുതൽ 2 വരെ, y ഈക്വൽ ടു 0 മുതൽ 2 വരെ. ഇനി എക്സിന്റെ ലിമിറ്റ് ആണ് ആദ്യമേ y/2, എക്സ് ഈക്വൽ ടു y/2 എന്ന് പറയുന്നത് ഒരു ലൈൻ ആണ്. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ 2x ഈക്വൽ ടു y എന്ന് കിട്ടും. അപ്പൊ എക്സിന് ഞാൻ 1 കൊടുത്താൽ y എത്ര വരും, 2 into 1 2 വരും അല്ലെ. അതായത് ഈ പോയിന്റ് വരും കണ്ടോ. എക്സിന് 0 കൊടുത്താൽ വൈയും 0 ആയിരിക്കും, അതായത് അത് ഈ ലൈൻ ആയിരിക്കും. ഓക്കെ അല്ലെ, ഈ ഒരു ലൈൻ ആയിരിക്കും വരുന്നത്. എക്സ് ഈക്വൽ ടു y/2. എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാലോ, എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്, ഇത് എക്സ് ഈക്വൽ ടു 1 ആണ്. സോ ഇതാണ് നമ്മുടെ റീജിയൻ. ഈ റീജിയൻ അകത്താണ് നമ്മുടെ ഈ ഇന്റഗ്രേഷൻ പരിപാടികളെല്ലാം നടക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ഗ്രാഫ് വരച്ച് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ വരെ ക്ലിയർ ആണല്ലോ. നമ്മൾ ലിമിറ്റ് ഉപയോഗിച്ച് ഈ 0 to 2 ഉപയോഗിച്ച് y-നെയാണ് നമ്മൾ 0 to 2 ഇട്ടത്. ഇനി ഈ y/2 to 1 ഉപയോഗിച്ചിട്ട് ഈ 1-നെ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി, y/2 ഒരു ലൈൻ ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്കിപ്പോ ചെയ്യുന്നത് 0 to 2-ഉം y/2 to 1-ഉം ഇങ്ങനത്തെ ഒരു ലിമിറ്റ് ആണ് നമുക്ക് കിടക്കുന്നത്. ഇതിനെ ഞാൻ നേരെ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു രീതി മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനത്തെ ഒരു ലിമിറ്റ് ആക്കുന്നു. നോക്കിയേ, ഈ ഒരു രീതിയിൽ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. അതായത് ഇതിനെ ടൈപ്പ് 2 റീജിയൻ മാറ്റി ടൈപ്പ് 1 റീജിയനിലോട്ട് മാറ്റുന്നു. അപ്പൊ ടൈപ്പ് 1 റീജിയനിലോട്ട് മാറ്റുമ്പോൾ ഇതിന്റെ ലിമിറ്റ് അങ്ങ് മാറാൻ പോവുക. നോക്കിയേ, ഇന്റഗ്രൽ 0 to 2 ഇന്റഗ്രൽ y/2 to 1 e raised to x square dx dy എന്ന് പറയുന്ന സാധനത്തെ ഞാൻ മാറ്റാൻ പോവുക. ഇന്റഗ്രൽ എക്സിന്റെ ലിമിറ്റ് നോക്കുക, എക്സ് 0 മുതൽ 1 വരെയാണ്. അപ്പൊ എക്സ് 0 മുതൽ 1 വരെ, dx dyക്ക് പകരം ഞാൻ dy dx കൊടുക്കാൻ പോവാണ്. ഇനി നോക്കിയേ, വൈയുടെ ലിമിറ്റ് നോക്കുക, y താഴെ 0-ലാണ് കിടക്കുന്നത്. സോ y ഈക്വൽ ടു 0 മുതൽ മേളത്തെ ഇവിടെ കിടപ്പുണ്ടല്ലോ, x ഈക്വൽ ടു y/2 എന്ന് പറയുന്ന ലൈൻ എനിക്ക് എങ്ങനെ മാറ്റാം, y ഈക്വൽ ടു 2x എന്ന് മാറ്റാം. അപ്പൊ y ഈക്വൽ ടു 0 മുതൽ y ഈക്വൽ ടു 2x വരെ, പരിപാടി കഴിഞ്ഞു. e raised to x square dy dx. നോക്കി, ഇനി ഇത് എങ്ങനെ മാറുമെന്ന് നമുക്ക് നോക്കാം. നോക്കി, ഇനി ഇപ്പൊ ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇന്റഗ്രേഷൻ. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു y നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to x square കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇന്റഗ്രൽ 0 to 1, ഇവിടെ y ഇല്ല. y ഇല്ലെങ്കിൽ ഈ ആളെന്താ, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇന്റഗ്രൽ 0 to 2x ചെയ്യാൻ പോവുകയാണ്. e raised to x square കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു 1. ആ ഒരു കോൺസ്റ്റന്റ് ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കി, ഇപ്പൊ ഇന്റഗ്രൽ k dx എന്ന് പറഞ്ഞാൽ kx അല്ലേ, ഇന്റഗ്രൽ 4 dx എന്ന് പറഞ്ഞാൽ 4x അല്ലേ. അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആണ്, അപ്പൊ ഇത് ഇൻറ്റു y വരുമ്പോ y. ഓക്കെ, അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലിമിറ്റ് കൊടുക്കേണ്ടത്. സോ e raised to x square അതുപോലെ എഴുതി, dy യുടെ ഇന്റഗ്രൽ y ആണ്, ലിമിറ്റ് 0 to 2x അത്രയും dx. ഇനി നമുക്ക് എന്ത് മാറ്റം വരുമെന്ന് നോക്കാം. ഇന്റഗ്രൽ 0 to 1 e raised to x square ഇൻറ്റു അപ്പർ ലിമിറ്റ് ആയി 2x കൊടുക്കുന്നു, ലോവർ ലിമിറ്റ് 0 ആണ്, അത് എഴുതണ്ട. ഓക്കെ, അത്രയും dx. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. നേരത്തെ ആയിരുന്നെങ്കിൽ അത് പറ്റത്തില്ലായിരുന്നു. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും, ഈ x സ്ക്വയറിന് മണ്ടേ കിടക്കുന്ന x സ്ക്വയറിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. x സ്ക്വയർ ഈസ് ഈക്വൽ ടു u,
അപ്പുറം ഇപ്പുറം ഡെറിവേറ്റീവ് എടുക്കുന്നു. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ്, എക്സിന്റെ ഡെറിവേറ്റീവ് dx ആണ്, ഈസ് ഈക്വൽ ടു യുവിന്റെ ഡെറിവേറ്റീവ് du. ക്ലിയർ അല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 നമുക്ക് മാറ്റാം. നോക്കിയേ, എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ യു ഈക്വൽ ടു എന്ത് വരും? 0യുടെ സ്ക്വയർ, അപ്പോഴും 0 തന്നെ. എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ യു ഈക്വൽ ടു എന്ത് വരും? 1ന്റെ സ്ക്വയർ, അപ്പോഴും 1 തരാം, മാറ്റം ഒന്നും വരണ്ട അല്ലെ? അപ്പൊ ഇന്റഗ്രൽ 0 to 1 ഇ റൈസ് ടു, എന്നാലും ഇത് എഴുതി വെക്കണം കേട്ടോ, ഇ റൈസ് ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് പകരം യു കൊടുക്കാം, ഇൻറ്റു 2x dx പകരം എന്ത് കൊടുക്കാം? du കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു യുവിന്റെ ഇന്റഗ്രൽ എന്താണ്? ഇ റൈസ് ടു യു തന്നെയാണ്, 0 മുതൽ 1 വരെ. ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് ആയ 1 കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 1 മൈനസ് 0 കൊടുക്കുമ്പോൾ 0 ആയി പോകുന്ന വിചാരിക്കരുത്, ഇ റൈസ് ടു 0. ഇ റൈസ് ടു 1 ഇ ആണ്, ഇ റൈസ് ടു 0 1 ആണ്. സോ ആൻസർ എന്താണ്? ഇ മൈനസ് 1 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ റിവേഴ്സിംഗ് ഇന്റഗ്രേഷൻ ആണ്, അത് 15 മാർക്കിന്റെ എസ്സേക്ക് വരെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക കേട്ടോ. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ സെക്ഷനിലെ. ഡബിൾ ഇന്റഗ്രൽ ഉപയോഗിച്ച് ഏരിയ കണ്ടുപിടിക്കുക. എളുപ്പമാണ്, നമുക്ക് മുമ്പ് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു റീജിയൻ ആറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 1 DA അല്ലെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ DA എന്ന് പറയുന്ന സാധനം ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ യൂസ് എ ഡബിൾ ഇന്റഗ്രൽ ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു റീജിയൻ വരച്ചാലേ നമുക്ക് പരിപാടി നടക്കത്തുള്ളൂ അല്ലെ? അപ്പൊ y ഈക്വൽ ടു 1/2 എക്സ് സ്ക്വയർ ആണ്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എനിക്ക് അറിയാം എങ്ങനെ വരയ്ക്കണമെന്ന്. എങ്ങനെയാ വരയ്ക്കുന്നത്? സോ y ഈക്വൽ ടു എക്സ് സ്ക്വയർ വരയ്ക്കാൻ തന്നെ എനിക്കറിയാം. ദാ ഈ ഒരു സംഭവമാണ് വരയ്ക്കുന്നത് അല്ലെ? y ഈക്വൽ ടു 1/2 എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെ വരച്ചാൽ മതി. ഷേപ്പ് ഒക്കെ അത് തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ തന്നെ വരച്ചാൽ മതി, y ഈക്വൽ ടു 1/2 എക്സ് സ്ക്വയർ. ഇനി y ഈക്വൽ ടു 2x എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ വരച്ചതാണ് അല്ലെ? x ഈക്വൽ ടു 1 കൊടുത്താൽ y ഈക്വൽ ടു 2 വരും എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു പരിപാടി വരച്ചതാണ്. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് എന്ത് വേണം? നേരത്തെ പോലെ എനിക്ക് എന്ത് വേണം? ഇന്റർസെക്ഷൻ പോയിന്റ് വേണം. ഇന്റർസെക്ഷൻ പോയിന്റ് കിട്ടിയാൽ നമുക്ക് റീജിയൻ കിട്ടി, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇന്റർസെക്ഷൻ പോയിന്റിന് വേണ്ടി 1/2 എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2x എന്ന് എഴുതി. 1/2 എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2x എന്ന് എഴുതി. നെക്സ്റ്റ് എന്ത് ചെയ്യാം? ഈ 2നെ ഇപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പൊ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ 2നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 4x എന്ന് വരും. നേരത്തെ ഞാൻ ചെയ്തതാണ്. എക്സ് സ്ക്വയർ മൈനസ് 4x ഈക്വൽ ടു 0. എക്സ് കോമൺ എടുക്കുന്നു. x ഇൻറ്റു എക്സ് മൈനസ് 4 ഈസ് ഈക്വൽ ടു 0. ഒന്നുകിൽ എന്ത് വരും? x ഈക്വൽ ടു 0 എന്ന് വരും, അല്ലെങ്കിൽ എന്ത് വരും? x ഈക്വൽ ടു 4 എന്ന് വരും. സോ ഈ ലൈൻ എന്ന പോയിന്റ് എന്ന് പറയുന്നത് x ഈക്വൽ ടു 4 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഏരിയ കണ്ടുപിടിക്കുന്നു. ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 1 DA ആണ് അല്ലെ? 1 എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എന്താണ് ആദ്യം എഴുതേണ്ടത്? എക്സ് അല്ലേ കോൺസ്റ്റന്റ് വന്നേക്കുന്നത്. അപ്പൊ ഇന്റഗ്രൽ 0 to 4 എക്സിന്റെ ലിമിറ്റ് ഞാൻ ആദ്യം എഴുതി. വൈയുടെ ലിമിറ്റ് എന്താണ്? താഴത്തെ ഏതാ? താഴത്തത് 1/2 എക്സ് സ്ക്വയർ അല്ലേ? അപ്പോ 1/2 എക്സ് സ്ക്വയർ ഞാൻ എളുപ്പത്തിന് വേണ്ടി എന്ത് എഴുതി? എക്സ് സ്ക്വയർ ബൈ 2 എന്ന് എഴുതി. മുകളിലത്തെ ലിമിറ്റ് 2x ആണ്. അത്രയും ആദ്യമേ ഞാൻ ആരെ എഴുതണം? dy എഴുതണം അല്ലെ? ഇതല്ലേ വൈയുടെ ലിമിറ്റ്. അടുത്തത് ഞാൻ dx എഴുതി. ഇനി വിത്ത് റെസ്പെക്ട് ടു dy, ചുമ്മാ dy നെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? 0 to 4 dy നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പൊ y കിട്ടും അല്ലെ? എവിടെ മുതൽ എവിടെ വരെ? എക്സ് സ്ക്വയർ ബൈ 2 മുതൽ 2x വരെ വിത്ത് റെസ്പെക്ട് ടു dx പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 4 അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു 2x മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു എക്സ് സ്ക്വയർ ബൈ 2, അത്രയും dx. ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ആയി നമ്മുടെ സാധാ ഏരിയ കണ്ടുപിടിക്കുന്ന പ്രോബ്ലം ആയിട്ട് മാറി അല്ലെ? അപ്പൊ ഇനി 2x ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ 2x സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് സ്ക്വയർ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ എക്സ് ക്യൂബ് ബൈ 3 ആണ്. ആ 3 ഇൻറ്റു 2 എന്ത് വരും? 6 വരും, 0 മുതൽ 4 വരെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 2ഉം ഈ 2ഉം വെട്ടിപ്പോയി. അപ്പർ ലിമിറ്റ് ആയ 4 കൊടുക്കുമ്പോൾ 4ന്റെ സ്ക്വയർ 16 ആണ്. അപ്പർ ലിമിറ്റ് ആയ 4 കൊടുക്കുമ്പോൾ 4ന്റെ ക്യൂബ് 64 ആണ്, 64 ബൈ 6. ലോവർ ലിമിറ്റ് ആയ 0 കൊടുക്കുമ്പോൾ എന്തായി പോവും? 0 ആയി പോവും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 മൈനസ് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 32/3 എന്ന് കിട്ടും. ഇനി ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 ഇൻറ്റു 16 48 മൈനസ് 32/3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 16/3 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?